find the one, you should never give her up. I think it's the way life. Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ചീസി പഫ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാൽഡ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കാം. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. ആദ്യം ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഒരു ഉള്ളി അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് മിൻസ് ചെയ്തെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും അരച്ചത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും
1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഈ ഒരു ബോൾ മൈദ സ്പ്രെഡ് ചെയ്ത് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായി ഡാൽഡ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായി മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 4 ലെയറിലും ഇതേപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദ സ്പ്രെഡ് ചെയ്ത് ഇത് പരത്തിയെടുക്കാം. ഇത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്നും ഒരു പീസ് എടുത്ത് നമുക്ക് വീണ്ടും പരത്താം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ഡാൽഡ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കാം. ആ ഒരു മടക്കിയ ഭാഗത്തും ഡാൽഡ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കാണുന്നത് പോലെ മടക്കി ഇതിൻ്റെ മുകളിൽ ഡാൽഡയും മൈദയും വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ സ്ക്വയർ ആക്കിയിട്ട് മടക്കാം. അതിനുശേഷം അവിടെ കുറച്ച് ഡാൽഡ
മൈദയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പായി കട്ട് ചെയ്തെടുക്കാം. ഇത് 3 ലെയറിലാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയറിൽ, അതായത് ലാസ്റ്റത്തെ ലെയറിൽ ഞാൻ ഡോണറ്റിൻ്റെ ഷേപ്പിൽ പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സർക്കിൾ നമ്മൾക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഫസ്റ്റത്തെ സർക്കിളിന് മുകളിലായി വെക്കാം. അതേപോലെ തന്നെ ഈ ഡോണറ്റ് ഷേപ്പിലുള്ള ഈ ഒരു സർക്കിൾ നമുക്ക് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലായി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ബാക്കിയുള്ള പീസസ് ഒന്നും കളയണ്ട, അത് അടുക്കി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ വെള്ളയും കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയതാണിത്. അത് നമുക്കിതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ ഡാൽഡ പുരട്ടിയിട്ട് വേണം ഈ ഒരു ഡോ വെക്കാനായി. ഇത് ഓവനിലേക്ക് നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് വരെ. ഇനി നമുക്കിതിൻ്റെ മുകളിലായി ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ചെഡർ ചീസും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ ഫുള്ളായിട്ട് മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഫില്ലിംഗ് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഒരല്പം ചീസും കൂടി. ഇത് വളരെ ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്, ചീസിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.